സീതാറാം യെച്ചൂരി എന്ന വലിയ നേതാവിൻ്റെ വിയോഗമുണ്ടാക്കിയ ശൂന്യതയിൽ നിന്ന് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ AKG ഭവൻ ഇനിയും മുക്തമായിട്ടില്ല. ഇന്നും യെച്ചൂരിയുടെ മേൽവിലാസത്തിലെത്തുന്ന പുസ്തകങ്ങളും കത്തുകളും ഹൃദയവേദനയോടെ വാങ്ങി സൂക്ഷിക്കുകയാണ് പാർട്ടി ആസ്ഥാനത്തെ സഹപ്രവർത്തകർ. അന്ത്യാഭിവാദ്യമർപ്പിച്ച് പ്രിയപ്പെട്ടവർ മടങ്ങി. വേർപാടിനു പിന്നാലെ AKG ഭവന് മുന്നിൽ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടി. നെഞ്ചു പൊട്ടുമാർ ഉച്ചത്തിൽ ലാൽസലാം വിളിച്ച് യാത്രയാക്കിയെങ്കിലും ഉള്ളിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. സീതാറാം ഡൽഹിയിൽ പിന്നിട്ട പാതകളിൽ അധികവും ഇവിടേക്കുള്ളതാകണം. പ്രിയപ്പെട്ട പാർട്ടി ഓഫീസ്. ഇവിടെ വെച്ചാണ് പലപ്പോഴും മാധ്യമങ്ങളെ കണ്ടിരുന്നത്, കുശലം പറഞ്ഞിരുന്നത്. ഈ പടിക്കെട്ടുകൾ കയറിയെത്തുന്നത് AKG ഭവനിലെ ജനറൽ സെക്രട്ടറിയുടെ മുറിയിലേക്ക്. ടു കൊമ്രേഡ് സീതാറാം എന്നെഴുതിയ പാർസൽ ഇന്നും ആ മേശപ്പുറത്തുണ്ട്. വായിച്ചു പൂർത്തിയാക്കാത്ത പുസ്തകങ്ങൾ, പ്രിയപ്പെട്ട നീല ജാക്കറ്റ്, ചുവരിലെ ചിത്രങ്ങളിൽ പ്രിയ സഖാക്കൾ ചേ, ഫിദൽ, ജ്യോതിദ, സുർജിത്ത്. മരണത്തിന് കൃത്യം 1 മാസം മുൻപ് ഓഗസ്റ്റ് 12-ന് ജന്മദിനാശംസകൾ അറിയിച്ചെത്തിയ കത്ത് മേശപ്പുറത്ത്. പുരസ്കാരങ്ങൾ, സ്നേഹസമ്മാനങ്ങൾ. ഇപ്പോഴും എത്തുന്നുണ്ട് യെച്ചൂരിയുടെ പേരിൽ തപാലുകൾ. മേൽവിലാസക്കാരൻ ഓർമ്മയായതറിയാതെ. യെച്ചൂരിക്ക് പകരം ഇനി ഈ മുറിയിൽ മറ്റൊരു ജനറൽ സെക്രട്ടറി വരും. എങ്കിലും സഖാക്കളുടെ മനസ്സിൽ സീതാറാമിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. വിനീത VG, 24, ഡൽഹി. നമ്മൾ സത്യം പറഞ്ഞപ്പോൾ സീന മുഹമ്മദ് പറയുന്നവർ പറയട്ടെ, ബലമുള്ള മരത്തിലല്ലേ കല്ലെറിയൂ, തിരുത്തി പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ 24-നെ കുറ്റം പറയരുത്. അപ്പോൾ മാത്രമല്ല, മനുഷ്യ സഹജമായ ഓപ്പറേഷനാണ് ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. പിഴവ് പറ്റിയാൽ നമ്മളത് തിരുത്താൻ തയ്യാറാകും. അപ്പോൾ എറർ ഈസ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടില്ലേ അലക്സാണ്ടർ പോപ്പ് എന്ന് പറഞ്ഞല്ലേ, തെറ്റ് മാനുഷികവും അത് തിരുത്താനുള്ള കഴിവ് ദൈവികമാണെന്നാണ് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തിരുത്തണം. നമുക്ക് ആ പിഴവ് പറ്റിയാൽ തിരുത്തിയാൽ എന്താ കുഴപ്പം? അതേസമയം ആ പിഴവ് തിരുത്തുമ്പോൾ തന്നെ അത് തിരുത്തിയെന്തിനാടാന്ന് ചോദിച്ച് ചീത്ത വിളിക്കുന്നതിൽ അർത്ഥമില്ല. അതോടൊപ്പം തന്നെ സർക്കാരും ആ ലെവലിൽ ഉയരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, വയനാട് വെച്ചിട്ട് നമ്മൾ കളിക്കാൻ പാടില്ല. കാരണം വയനാട് ഏറ്റവും വലിയ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഈ വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.